കണ്ണൂർ DCCക്കെതിരെ MK രാഘവൻ MP AICCക്ക് പരാതി നൽകി. മാടായി കോളേജ് വിഷയത്തിൽ തനിക്കെതിരെ പ്രവർത്തകരെ ഇളക്കിവിട്ടതിന് പിന്നിൽ DCC ആണെന്നാണ് ആക്ഷേപം. മാടായി കോളേജ് ഡയറക്ടർമാർക്കെതിരെ DCC നടപടിയെടുത്തതാണ് MK രാഘവനെ കൂടുതൽ ചൊടിപ്പിച്ചത്. അതേസമയം പ്രശ്നപരിഹാരത്തിന് സമിതിയെ നിയോഗിക്കാൻ KPCC തീരുമാനിച്ചു. കണ്ണൂർ DCCക്കെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് MK രാഘവൻ MP. മാടായി കോളേജ് വിഷയം ഇത്രയും രൂക്ഷമാക്കിയത് കണ്ണൂർ DCC ആണെന്ന പരാതിയാണ് MK രാഘവൻ MP AICCക്ക് നൽകിയത്. കോളേജിലെ നിയമനത്തിൽ തെറ്റായ ഒരു കാര്യവും ഉണ്ടായിട്ടില്ലെന്നും സർക്കാർ മാനദണ്ഡപ്രകാരമാണ് നിയമനമെന്നുമാണ് MK രാഘവൻ MP ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചത്. തന്റെ കോലം കത്തിച്ചു, മ്ലേച്ഛമായ രീതിയിൽ മുദ്രാവാക്യങ്ങൾ വിളിച്ചു, ഇതിനെല്ലാം കോൺഗ്രസ് പ്രവർത്തകരെ ഇളക്കിവിട്ടത് DCC ആണെന്നാണ് MK രാഘവന്റെ പരാതി. 100-ലധികം പേരാണ് കുഞ്ഞിമംഗലത്ത് MK രാഘവന്റെ തറവാട് വീട്ടിലേക്ക് ചൊവ്വാഴ്ച പ്രകടനം നടത്തിയത്. പാർട്ടി പ്രവർത്തകർ ഇങ്ങനെ പരസ്യമായി ഇറങ്ങണമെങ്കിൽ നേതൃത്വത്തിന്റെ മൗനാനുവാദം ഉണ്ടാകണം. ഈ വിഷയം അതീവ ഗൗരവമാണെന്നും MK രാഘവൻ MP AICCയെ ധരിപ്പിച്ചു. നേതാക്കളുടെ പേരെടുത്ത് തന്നെ പരാതി നൽകിയതായും സൂചനയുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ പിന്തുണ ഇവർക്കുള്ളതായും MK രാഘവൻ MP സംശയിക്കുന്നുണ്ട്. മാടായി കോളേജ് ഡയറക്ടർമാർക്കെതിരെ DCC നടപടി എടുത്തതും MK രാഘവൻ MPയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ അറിവോടെ മാത്രമേ ഇത്തരം നടപടികൾ ഉണ്ടാകൂ എന്നും MK രാഘവൻ അനുകൂലികൾ പറയുന്നു. തന്നെ തടഞ്ഞവർക്കെതിരെ നടപടി വേണമെന്ന് AICCയോട് MK രാഘവനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇതേ തുടർന്നാണ് KPCC ഇവർക്കെതിരെ നടപടി സ്വീകരിച്ചതും. ഈ നടപടി പിൻവലിക്കുമെന്ന് DCC ജനറൽ സെക്രട്ടറി രജിത് നാറാത്ത് പരസ്യമായി പറഞ്ഞത് DCCയുടെ ഇടപെടലിന് തെളിവായി MK രാഘവൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പ്രശ്നം സങ്കീർണമായിരിക്കെ KPCCയും AICC ഇടപെടൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. MK രാഘവൻ MPയുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് DCCയുടെയും KPCCയുടെയും നിലപാട്. MPയെ തടഞ്ഞത് ന്യായീകരിക്കുന്നില്ലെങ്കിലും പ്രതിഷേധത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ടെന്ന നിലപാടാണ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ പാർട്ടി താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിയമനം നടന്നുവെന്നാണ് DCCയുടെയും KPCCയുടെയും വിലയിരുത്തൽ. മാടായിൽ മാത്രമല്ല, ഈ പ്രശ്നം കണ്ണൂർ ജില്ലയിലാകെ പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്നുവെന്നാണ് DCC വിലയിരുത്തിയത്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനം എന്നതിന് പകരം MK രാഘവൻ MP മാടായി കോളേജിനെ സ്വന്തം സ്ഥാപനമാക്കി മാറ്റുന്നു എന്ന വിമർശനവും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. സ്വന്തം സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് MK രാഘവൻ MPയും ഇതിനെ കാണുന്നതും. അതേസമയം ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്ന് KPCC AICCയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രശ്നപരിഹാരത്തിന് 3-അംഗ സമിതിക്ക് രൂപം നൽകാനാണ് KPCC തീരുമാനം. AICCയുടെ അനുമതി ലഭിച്ചാൽ അംഗങ്ങളെ തീരുമാനിക്കും. MK രാഘവൻ MPയുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് AICCക്ക്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.